ഹായ് മക്കളെ, നമസ്കാരം. നമ്മൾ ഇന്ന് വഴിയാത്ര എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ചില ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എളുപ്പമായിട്ടുള്ള ഒരു പാഠമാണ് അല്ലെ. നമ്മൾ വായിച്ച് ഒറ്റയടിക്ക് നമുക്ക് വായിച്ചെടുക്കാനും അർത്ഥം മനസ്സിലാക്കിയെടുക്കാനും കുറച്ചൊന്ന് ചിന്തിക്കാനും വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പാഠഭാഗമാണ് വഴിയാത്ര എന്ന് പറയുന്ന നമ്മുടെ പാഠഭാഗം. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു പോവുകയാണ്. നേരെ ഈ പാഠഭാഗത്തിന്റെ ഏകദേശ ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ചിരിയും ചിന്തയും എന്ന് പറയുന്ന ലേഖനത്തിലെ EV കൃഷ്ണപിള്ള എഴുതിയിട്ടുള്ള തൻ്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ച്, അതായത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു യാത്ര നടത്തിയിരുന്നത്, ആ യാത്രയിൽ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, ഇന്ന് അന്നത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇന്ന് നോക്കിക്കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഈ യാത്രയിൽ വന്നു പോയിട്ടുള്ള പ്രത്യേകതകൾ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള വഴിയാത്ര എന്ന് പറയുന്ന പാഠഭാഗം. നമുക്ക് നേരെ കിടക്കാം, പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് കടക്കാലോ. നോക്കാം. യാത്ര കേവലം കാഴ്ച മാത്രമല്ല സമ്മാനിക്കുന്നത്, എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലെ സംസ്കാരവും അവിടെയുള്ളവർ നേടിയ അറിവുകളും യാത്രയിലൂടെ നാം തിരിച്ചറിയുന്നു. ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ഈ പാഠഭാഗത്തിൽ നിന്ന് എന്തായാലും വഴിയാത്രയെ കുറിച്ച് 4 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് ഒരു ചോദ്യം ഉറപ്പാണ്. ആദ്യത്തെ നമ്മുടെ വരി ഇങ്ങനെയാവുകയാണ്: യാത്ര കേവലം കാഴ്ച മാത്രമല്ല സമ്മാനിക്കുന്നത്, അല്ലെ. വെറുതെ കണ്ടുപോരുക എന്നതല്ല. നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക്, അല്ലെ, ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെയുള്ള സാധനങ്ങൾ കണ്ടുപോരുകയല്ല. അവിടെ ഒരു വലിയ കല്ല് കാണുകയാണ് നമ്മൾ. ആ കല്ലിന്റെ പിന്നിലുള്ള ഐതിഹ്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. അവിടെയുള്ള ആളുകളുമായി അത് ചോദിച്ച് അതിന്റെ ഐതിഹ്യം മനസ്സിലാക്കുകയാണ്, അല്ലെ. അതെങ്ങനെ അവിടെ വന്നു, അതിന്റെ പിന്നിൽ എന്തെങ്കിലും കഥകളുണ്ടോ, അതൊക്കെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കുക കൂടിയാണ്. വെറുതെ കണ്ട് അതിന്റെ ഭംഗി ആസ്വദിച്ചു പോരുകയല്ല ചെയ്യുന്നത് എന്ന് പറയുകയാണ്. നേടിയ അറിവുകളുടെയും യാത്രയിലൂടെ നാം തിരിച്ചറിയുന്നു. പരസ്പരം കൈമാറുന്ന അറിവുകളിലൂടെയാണ് നാം ലോകജ്ഞാനം നേടുന്നത്. നമുക്ക് കിട്ടിയ അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുകയാണ്, അയാൾക്ക് കിട്ടിയ അറിവ് നമുക്ക് പകർന്നു തരികയാണ്. അങ്ങനെ പരസ്പരം വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ അറിവിന്റെ ലോകം വലുതാക്കുകയാണ്. അങ്ങനെ വലുതാക്കാൻ ഈ വഴിയാത്ര വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. നോക്കാം. ജാതിയുടെയും മതത്തിന്റെയും ദേശത്തിന്റെയും അതിരുകൾ മറികടന്ന് മനുഷ്യന്റെ വളർച്ചയും സൗഹൃദവും പങ്കുവയ്ക്കലും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. മനുഷ്യൻ ജാതിപരമായിട്ടോ മതപരമായിട്ടോ ഒക്കെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിൽ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇക്കണ്ട ജാതിയിലുള്ളവർ അത്രയും കൂടിയിരുന്നു കൊണ്ട് യാത്ര പോവാറുണ്ട്. ഇപ്പൊ നമ്മൾ എവിടേക്കെങ്കിലും ഒരു ടൂറ് പോകുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, എന്റെ ജാതിയിലുള്ളവരെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എന്റെ അതേ ചിന്താഗതിയുള്ളവരുമായിട്ട് മാത്രമേ ഞാൻ യാത്ര പോവുകയുള്ളൂ. അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കാതെ ഒരു കൂട്ടം ആളുകളായിട്ട് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള, വ്യത്യസ്ത മതത്തിലുള്ള, വ്യത്യസ്ത ചിന്തകൾ വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം ആളുകളെയായിട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ആലോചിക്കാനും അവര് ചിന്തിച്ചെടുക്കുന്ന അതേ രീതിയിൽ നമ്മൾ ചിന്തിക്കാനും നമ്മുടെ ചിന്ത പങ്കുവെക്കാനും സാധിക്കുന്നത്. അപ്പൊ മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് കിട്ടുകയാണ്. വ്യത്യസ്ത തരം ചിന്തകളും വ്യത്യസ്ത മതത്തിലുമുള്ളവരെയായിട്ടാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഓരോ യാത്രകളും പകർന്നു തന്ന വിവിധ മൂല്യങ്ങളിലേക്കാണ് പാഠം നമ്മെ കൊണ്ടുപോകുന്നത്. ഓരോ യാത്രയും കാലം മാറുന്നതനുസരിച്ച് യാത്രകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാൽനടയായി യാത്ര ചെയ്തിരുന്നത് പിന്നീട് ഉന്തുവണ്ടികളിൽ, അല്ലെ, സൈക്കിളുകളിൽ, പിന്നീട് അത് കാറുകളിൽ, ഇപ്പോ അങ്ങനെ വളർന്ന് ട്രെയിനിലേക്ക് എത്തി, വിമാനത്തിലേക്കായി, അങ്ങനെ ആകെ യാത്രയുടെ തലം തന്നെ ആകെ മാറിയിരിക്കുകയാണ്. അപ്പോൾ കാൽനടയായി യാത്ര ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണ് എന്നൊരു ധാരണയിലേക്ക്, ആ ഒരു മാറ്റത്തിലേക്കാണ് നമ്മുടെ പാഠഭാഗം നമ്മളെ കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. യാത്ര പോലെ പ്രധാനമാണ് യാത്രാ മാർഗവും മാധ്യമവും. യാത്ര ചെയ്യുന്ന രീതി അനുസരിച്ച് ലഭ്യമാകുന്ന അനുഭവങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. നമ്മൾ യാത്ര ചെയ്യുന്ന മാധ്യമം അനുസരിച്ച്, അതായത് നമ്മൾ എങ്ങനെയാണോ പോകുന്നത്. ഇപ്പൊ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ കൂടി എവിടെയെങ്കിലും യാത്ര പോകണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ദൂരെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചിലർ പറയും നമുക്ക് ബസ്സിന് പോവാം എന്ന് പറയും, ചിലർ പറയും നമുക്ക് 2 വീലറിന് തന്നെ പോയാൽ മതി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിയിൽ നമുക്ക് പരിചയമില്ലാത്ത വഴിയായിരിക്കും. ചിലപ്പോൾ മനോഹരമായ ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അവിടെ നിൽക്കണം എന്ന് തോന്നും,
ബസ്സുകാരോടൊന്ന് നിർത്തിത്തായോ, ഇതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഇല്ല. അപ്പോ മാധ്യമം അനുസരിച്ച്, അതായത് നമ്മൾ എങ്ങനെയാണോ, വണ്ടിക്കാണോ നടന്നാണോ ബസ്സിനാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുന്നവരാണ്. ഒന്നല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും യാത്ര ചെയ്യുന്നവരാണ്. ചിലരെ വണ്ടിയിൽ നേരെ അവിടെ കൊണ്ടുവരക്കും, അവിടെ നിന്ന് നേരെ എടുത്തുകൊണ്ട് പോയി ഇവിടെയാക്കും, അല്ലെ? ചിലര് സൈക്കിളിനാണ് പോകുന്നത്. അപ്പൊ ഈ യാത്രയുടെ ഇടയിൽ നിങ്ങൾ പല കടകളിൽ കയറുന്നുണ്ടാവും, പല കാഴ്ചകൾ കാണുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ അമ്പലങ്ങളിൽ നിന്ന് ഉത്സവങ്ങൾ ആന എഴുന്നള്ളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കി ആസ്വദിച്ചൊക്കെ കുറച്ച് നിന്ന് വൈകിയൊക്കെ വീട്ടിലെത്തുന്നുണ്ടാവും, അല്ലെ? അങ്ങനെ ഓരോ കാഴ്ചകളും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഓരോ പാഠങ്ങൾ നമ്മളിലേക്ക് തന്നുകൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുകയാണ്. യാത്രകൾ അങ്ങനെയാണ്. വീടിന്റെ പുറത്തേക്ക് ഒരു കടയിലേക്ക് പോകുമ്പോഴടക്കം അതൊരു യാത്രയാണ്. കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ യാത്രയും. വെറുതെ വീടിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടിയിരിക്കാതെ യാത്ര ചെയ്യാൻ വേണ്ടി, യാത്രയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാഠഭാഗം നമ്മൾ പഠിക്കുന്നത്. നോക്കാം, അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഇതിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ. കുറേ ചോദ്യങ്ങളും ഒപ്പം തന്നെ ആ ചോദ്യങ്ങൾക്കനുസരിച്ച് കുറേ പോയിന്റുകളും കൊടുത്തിട്ടുണ്ട് പാഠഭാഗത്തെ കുറിച്ചൊക്കെ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ, കാരണം കുറേ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും എഴുതിയെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഈ ഒരു PDF ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. നോക്കാം, വഴിയാത്ര. 3 തരം യാത്രകളും അവയുടെ പ്രത്യേകതകളും പാഠത്തിൽ വിവരിക്കുന്നു. 3 തരം യാത്രയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആലോചിച്ച് വെക്കുക, 3 തരം യാത്ര. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ വഴിക്കും വഴിയെ കാണും. നോക്കാം. ചിരിയും ചിന്തയും ഇടകലർത്തിയുള്ള ലേഖനത്തിലൂടെ സമകാലിക യാത്രയുടെ നഷ്ടങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. സമകാലിക യാത്രയുടെ നഷ്ടങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാഠഭാഗം സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. സമകാലികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നമ്മുടെ യാത്രയുടെ, അല്ലെ? ഇപ്പോൾ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ കുറയുകയാണ്, അല്ലെ? യാത്ര ചെയ്യുമ്പോൾ അവർ പരസ്പരം സംസാരിക്കുന്നില്ല. ഒരു ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ചുറ്റുപാടുമുള്ള കാഴ്ചകൾ കാണുന്നില്ല. നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് ആരാണെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആ ബസ്സിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നമ്മൾ കണക്കിലെടുക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അങ്ങനെയായി തീർന്നിരിക്കുന്നു നമ്മുടെ യാത്ര എന്ന് പറയുകയാണ്. നോക്കാം, വിവിധ യാത്രകളുടെ താരതമ്യം ഇന്നത്തെ യാത്രയുടെ നഷ്ടം എത്രത്തോളമെന്ന് വിലയിരുത്തുന്നു, നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇന്നത്തെ യാത്രയുടെ പരിമിതികൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ പാഠം അവതരിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ വർത്തമാനകാല യാത്രകൾ നമുക്ക് നൽകിയ നഷ്ടങ്ങളുടെ ആഴം എത്രത്തോളമാണെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. അപ്പോ ഏതൊരു യാത്രയും ഇന്നത്തെ കാലഘട്ടത്തിലെ യാത്ര മോശമാണ് എന്ന് അടച്ചാക്ഷേപിച്ചു പറയുകയല്ല, അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, അല്ലെ? ഇന്നത്തെ യാത്ര വേഗത്തിലായി. ഒരു ദിവസം നമുക്ക് യാത്ര ചെയ്യണം, ഇത്ര ദൂരം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരമുണ്ട്. പക്ഷേ ആ ഉപകാരത്തിന്റെ ഇടയിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറച്ച് മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളിൽ ഊന്നിയാണ് നമ്മുടെ പാഠഭാഗം മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി പാഠഭാഗത്തിന്റെ സംഗ്രഹ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലേക്ക് നമ്മൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇതൊക്കെ തന്നെയും നമ്മൾ ക്ലാസ് എടുത്തു പോയപ്പോൾ പറഞ്ഞതാണ്. ഇതൊരു പാഠത്തിന്റെ ചുരുക്ക ഭാഗമാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കാവുന്നതാണ്. നമ്മൾ ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. നോക്കാം, ഇത് ആവശ്യാനുസരണം നിങ്ങൾ എടുക്കുക. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇതിലെ ചില പോയിന്റുകളൊക്കെ നമ്മൾ ചോദ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. നോക്കാം, അടുത്ത നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നോക്കാം, വിവിധ തരം യാത്രകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? ഈ പാഠഭാഗം 3 തരം യാത്രകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് കാൽനടയായാണ്. ഇതേ ഒരാൾ കാൽനടയായി പോവുകയാണ്. ഒപ്പം ആളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്, ഒരു വടിയുമുണ്ട്, അല്ലെ? ആ ചിത്രത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ്. അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ ബാഗിലുണ്ട്. അയാളെ സപ്പോർട്ട് ചെയ്യാൻ, അയാളെ പിന്തുണയ്ക്കാൻ, അയാൾക്ക് ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഊന്നുവടിയും അയാളുടെ കയ്യിലുണ്ട്, അല്ലെ? ഈ ചിത്രത്തിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് പോവുകയാണ്. കാൽനട യാത്രയിലൂടെ നോക്കാം, ചിലപ്പോൾ
പൊതിച്ചോറ് കരുതിയും ചിലപ്പോൾ അന്യരുടെ ഔദാര്യത്തിൽ വിശ്വസിച്ചും നടത്തി വരുന്നതായിരുന്നു പണ്ടത്തെ വഴിയാത്രകൾ. പോകുന്ന സ്ഥലം അല്ലെ, പണ്ട് വണ്ടിയില്ല, ഹോട്ടലുകളില്ല, ഒന്നുമില്ല. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിലോമീറ്ററുകളോളം അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നാഴിക ഒരുപാട് സഞ്ചരിക്കാനുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുമായിരുന്നു? ചിലപ്പോൾ പൊതിച്ചോറ് കൊണ്ടുമാകുമായിരുന്നു അല്ലെ. ഇന്ന് നമുക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് പൊതിച്ചോറ് എന്ന് പറയുന്നത് അല്ലെ. ഹോട്ടലിൽ ചെല്ലുന്നു, നേരെ ഭക്ഷണം കഴിക്കുന്നു, പോരുന്നു. പൊതിഞ്ഞ് വീട്ടില് വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലയില് പൊതിഞ്ഞ് കെട്ടിയിട്ട് നമ്മൾ ചോറ് കൊണ്ടുപോകുമായിരുന്നു അല്ലെ. ആ ചോറിനൊരു പ്രത്യേക സ്വാദ് തന്നെയായിരുന്നു. ആ സ്വാദ് അനുഭവിക്കാൻ ഇന്ന് പലർക്കും സാധിക്കാറില്ല അല്ലെ. അങ്ങനെയുള്ള ആ യാത്രയില്, ആദ്യകാലത്തെ യാത്രയിൽ അവർ ഒരു പക്ഷേ ഒരു ദിവസത്തെയൊക്കെ യാത്രയാണെങ്കിൽ പൊതിച്ചോറ് കൊണ്ടുപോകും. എന്നാൽ ഒന്നിലധികം ദിവസത്തെ യാത്രയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അന്യരുടെ ഔദാര്യത്തിൽ വിശ്വസിച്ച് അല്ലെ, കൊടുത്തിരിക്കുന്നുണ്ട, അന്യരുടെ ഔദാര്യത്തിൽ വിശ്വസിക്കും. ചെന്നുപെടുന്ന സ്ഥലം അത് രാത്രിയാണെങ്കിൽ ഒരു വീട്ടിൽ ധൈര്യമായി കയറി ചെല്ലാനും അവിടെ നിന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് ആദ്യകാലത്ത് ജനങ്ങൾക്കുണ്ടായിരുന്നു അല്ലെ. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ പലപ്പോഴും പേടിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ. ആ ഒരു കാലഘട്ടം മാറി. എപ്പോ? ആദ്യകാലങ്ങളിൽ. ആ ഒരു കാലഘട്ടം മാറിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടം വന്നിരിക്കുന്നത്. അപ്പോ ആദ്യ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഏത് രാത്രിയായാലും നട്ടുച്ച നേരമായാലും ഏതൊരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിച്ചിരുന്നവരായിരുന്നു അവിടെയുള്ളവർ എന്ന് പറയുകയാണ്. വിശക്കുമ്പോൾ ഒരു മടിയുമില്ലാതെ അന്യരുടെ വീട്ടിൽ കയറി ചെല്ലുകയും അവിടെ നിന്ന് വിശപ്പ് മാറ്റി മുന്നോട്ടു പോവുകയും ചെയ്യും. ഇത് ആ കാലത്തെ നിലനിന്നിരുന്ന മാനുഷികതയുടെ അടയാളമാണ്. മാനുഷികത എന്നൊരു വാക്ക് നമ്മൾ കണ്ടു അല്ലേ. മാനുഷികതയുടെ അടയാളമാണ്. മാനുഷികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ, നമ്മൾ പറയും അല്ലെ, മനുഷ്യത്വം വേണം എന്ന് പറയാറുണ്ട്. അപ്പോ മനുഷ്യത്വമുള്ളവരായിരുന്നു ആദ്യകാലത്തെ ആളുകൾ. അവർക്ക് സ്നേഹമുള്ളവരായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹകരിച്ചും കഴിഞ്ഞിരുന്നവരായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അവര് പരസ്പരം ആ മാനുഷികത്വത്തിൽ, മനുഷ്യ സ്നേഹത്തിലൂന്നിയ യാത്രകളായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത് എന്ന് പറയുകയാണ്. ഭക്ഷണം കൊടുക്കുന്നത് അഭിമാനമായി കരുതിയിരുന്നവരുള്ളതിനാൽ വിശപ്പ് സഹിച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ വീടുകളിലുള്ളവർ കരുതിയിരുന്നു, ഒരു അഭിമാനമായിട്ടാണ് കരുതിയിരുന്നത്. വഴിയാത്രയിലൂടെ അല്ലെ, യാത്ര ചെയ്തു വരുന്ന ഓരോ മനുഷ്യനും ഭക്ഷണം കൊടുക്കുന്നത് അഭിമാനമായി കണ്ടിരുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം അഭിമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് അവരെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയാണ്. പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുത്തിയ ഈ യാത്രകളിൽ യാത്രക്കാർ ഒരു തരത്തിൽ വാർത്താവാഹകരായും മാറുന്നുണ്ട്. വാർത്താവാഹകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്തകളെ വഹിക്കുന്നവർ അല്ലെ, വാർത്തകളെ കൊണ്ടുപോകുന്നവർ. തങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് വാർത്തകളുമായി ഇവിടെ വരും. ആ വാർത്തകൾ ഇവിടെ പറയും അല്ലെ, അവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ പറയും, ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി അടുത്ത് ചെല്ലുന്ന സ്ഥലത്ത് പറയും. അങ്ങനെ നമ്മൾ ഇന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പത്രം എടുത്ത് നോക്കും അല്ലെ. ഇന്ന സ്ഥലത്ത് അങ്ങനെ ഉണ്ടായി, നമ്മൾ ന്യൂസ് കാണുമ്പോഴൊക്കെയാണ് അറിയുക. പക്ഷേ അന്നത്തെ ന്യൂസ് പേപ്പർ എന്നറിയപ്പെടുന്നത്, വാർത്താ പത്രങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് ആരെയായിരുന്നു? വഴിയാത്രക്കാരെയായിരുന്നു. അവർക്കാണ് ഇത്തരം വിവരങ്ങളൊക്കെ കിട്ടുക. ഈ വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നത് ഈ യാത്രയിലൂടെ ആയിരുന്നു എന്ന് പറയുകയാണ്. നോക്കാം. ഒരിടത്ത് നടന്ന കാര്യങ്ങൾ അവർ എത്തിച്ചേരുന്ന നാടുകളിലേക്കുള്ളവരോട് ഭക്ഷണ സമയത്ത് പങ്കുവയ്ക്കുമായിരുന്നു. അപ്പൊ അവര് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഇവിടത്തെ കാര്യം അവിടെ ചെല്ലുമ്പോൾ അവരുമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി, അവിടെ ഇങ്ങനെയാണ്, ആ നാട് ഇങ്ങനെയാണ്, ഞങ്ങൾ ചെന്ന ആ വീട്ടുകാർ ഇങ്ങനെയാണ് എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഈ വീടിനെ കുറിച്ചും ഈ നാടിനെ കുറിച്ചും നല്ലൊരു പേര് അവർ അവിടെ ചെന്നറിയിക്കുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയാണ് വഴിയാത്രയിലുടനീളം സംഭവിക്കുന്നത് എന്ന് പറയുകയാണ്. പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുത്തിയ ഈ യാത്രകളിൽ യാത്രക്കാർ ഒരു തരത്തിൽ വാർത്താവാഹകരുമായി മാറുന്നുണ്ട്. ഒരിടത്ത് നടന്ന കാര്യങ്ങൾ അവർ എത്തിച്ചേരുന്ന നാടുകളിലുള്ളവരോട് ഭക്ഷണ സമയത്ത് പങ്കുവയ്ക്കുമായിരുന്നു. ആ പോയിന്റ് വ്യക്തമായല്ല. പുതിയ സൗഹൃദങ്ങളും ഇതുവഴി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് എത്തുകയാണ്.
പറയുകയാണ് വഴിയാത്ര പുതിയ സൗഹൃദങ്ങൾ സമ്മാനിക്കുകയാണ് അല്ലെ. അതുവരെ പരിചയമില്ലാതിരുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലേക്കാണ് ഭക്ഷണത്തിനായി അവർ കയറി ചെല്ലാറ്. അവിടെ അവർ നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ നല്ലൊരു സൗഹൃദം അവർ തമ്മിൽ ഉണ്ടാവുകയാണ്, സൗഹൃദ ബന്ധത്തിനും കാരണമാകുകയാണ്. അങ്ങനെ കാൽനടയുടെ പ്രത്യേകതകൾ നമ്മൾ എടുത്തതിന് ശേഷം അല്ലെ, കാൽനടയുടെ പ്രത്യേകതയായി ഒരു പോയിന്റ് കൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാം. നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും നടക്കാൻ പോലും പറ്റാത്തവരായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കാരണം എന്താ? അന്നത്തെ ആളുകൾക്ക് അത്രയും ആരോഗ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ഈ നടപ്പ് കൂടി അവരുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്ന ഒരു സാധനമായിരുന്നു എന്ന് മനസ്സിലാക്കുക. തോണി യാത്രയിലൂടെ അടുത്ത യാത്രയാണ്. നടന്നതിന് ശേഷം പിന്നീട് ഉണ്ടായത് എന്താണ് യാത്രയിലെ വിപ്ലവം എന്ന് ചോദിച്ചാൽ തോണിയിലുള്ള യാത്രയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തോണിയിൽ ഒരു ജാതിക്കാരല്ല കയറുക, പല ജാതിയിലും പല സ്വഭാവത്തിലുമുള്ളവരുണ്ടാവും അല്ലെ. നടന്നു പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ പോവുക. പക്ഷേ വള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരാളെയും കൊണ്ടല്ല വള്ളം പോകുന്നത്, ഒന്നിലധികം ആളുകളെയായിട്ടാണ് പോവുക. അപ്പോഴെന്തൊക്കെ പ്രത്യേകതയാണെന്ന് നോക്കാം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിവിധ ജാതി മതസ്ഥർ ഒരുമിച്ച് ഒരു തോണിയിൽ യാത്ര ചെയ്യുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് അല്ലേ. ജാതി മത ചിന്തകൾക്കപ്പുറത്തുള്ള സൗഹൃദം ഇവ രൂപപ്പെടുത്തുന്നു. ജാതിയോ മതമോ ചിന്തിക്കാതെ ഇവരൊക്കെ മനുഷ്യരാണ്, അവരെയൊക്കെ സൗഹൃദം പരസ്പരം പങ്കിടേണ്ടവരാണ് എന്നൊരു ചിന്തയിൽ ഊന്നിയിട്ടുള്ള യാത്രയായിരിക്കും എന്ന് പറയാണ്. യാത്രയുടെ തുടക്കത്തിൽ അപരിചിതരായവർ യാത്ര പുരോഗമിക്കുമ്പോൾ പരസ്പരം അടുത്തിടപഴകുന്നു അല്ലെ. ആദ്യം ആ വഞ്ചിയിൽ കയറി കഴിയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തവരായിരിക്കും. പക്ഷെ ആ വഞ്ചി നീങ്ങി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഓരോ സംഭാഷണങ്ങൾ അല്ലെ. ചിലര് ചോദിക്കാൻ മുറുക്കാനുണ്ടാന്ന് ചോദിക്കുകയായിരിക്കും, ചിലര് ചൂടിനെ കുറിച്ച് സംസാരിക്കുകയായിരിക്കും അല്ലെ. വല്ലാത്ത ഉഷ്ണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ കണ്ടാണ് അല്ലെ. അങ്ങനെ പരസ്പരം സംസാരിച്ച് യാത്ര ചെയ്യേണ്ട ആ സ്ഥലത്ത്, ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തുമ്പോഴേക്കും അവര് പരസ്പരം നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന് പറയുകയാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ഉറങ്ങിയും ഒരു തരത്തിലുമുള്ള വേർതിരിവുകൾക്കും സ്ഥാനമില്ലാതെ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നു. അപ്പൊ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഇരുട്ടാവുമ്പോൾ അവർ ഭക്ഷണ പൊതികൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് ആ വള്ളത്തിലിരുന്ന് തന്നെ കഴിക്കുകയും അതിൽ തന്നെ കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് യാത്ര മുന്നോട്ട് പോകുന്നത് എന്ന് പറയുകയാണ്. കുടുംബാംഗങ്ങളെ പോലെ ആഴത്തിലുള്ള ബന്ധം രൂപപ്പെടുന്നു അല്ലെ. നമ്മൾ വീട്ടിലുള്ളവരുമായിട്ടാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് കിടന്നുറങ്ങുക. അപ്പൊ ഇതൊക്കെ മറ്റൊരാളുമായി, നമ്മൾ ഇതുവരെ കാണാത്ത ഒരാളുമായി നമ്മൾ പങ്കുവെക്കുന്നുണ്ട് എങ്കിൽ അവരും നമ്മളെ കുടുംബത്തിലെ ഒരു അംഗമായി തന്നെ കരുതുകയാണ്. അങ്ങനെ കരുതിയ ഒരു യാത്ര കൂടിയായിരുന്നു വള്ളത്തിലുള്ള യാത്ര എന്ന് പറയുകയാണ്. യാത്രക്കാരുടെ പേരുകൾ വായനക്കാരുടെ ഉള്ളിൽ ചിരി പടർത്തുന്നു. ചില പേരുകൾ അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് ചിരി തോന്നുകയാണ്. അതായത് ചില മതസ്ഥരിലുള്ള പേരുകൾ, ചില വൈദ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, ചില അധ്യാപകരെ കുറിച്ച് പറയുന്നുണ്ട്, ഗുമസ്തനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ ചിലത് പറയുന്നുണ്ട് താടിയിൽ കുരുങ്ങി കിടന്നുറങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള വരികൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചിലപ്പോൾ നമ്മൾ ചിരിക്കും അല്ലെ, അവരുടെ താടിയിൽ കുരുങ്ങി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്നു, എന്താണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു നർമ്മം കൂടി എഴുത്തുകാരൻ ഇവിടെ കൊണ്ടുവന്നിടുന്നുണ്ട് എന്ന് പറയുകയാണ്. തങ്ങൾക്ക് അറിയുന്നവ ആരുടെ മുന്നിലും മറച്ചു വെക്കാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു. അതായത് എന്തെങ്കിലും ഒരു കാര്യം തനിക്ക് അറിയുന്ന ഒരു അറിവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മനുഷ്യർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് സ്വാർത്ഥത എന്നൊരു ചിന്തയുണ്ട്, എൻ്റെ കാര്യം മാത്രം എന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ചെറിയൊരു അറിവാണെന്നുണ്ടെങ്കിലും അതും പറഞ്ഞു കൊടുക്കാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള യാത്ര ആ കാലഘട്ടത്തിന്റെ പരസ്പര സഹകരണത്തിന്റെ സംസ്കാരം പ്രതിഫലിപ്പിക്കുന്നതായി കാണാം എന്ന് പറയുകയാണ്. അപ്പൊ ആ കാലഘട്ടത്തിന്റെ സംസ്കാരം നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ഉത്തമ മാതൃകയായി കാണിക്കാൻ പറ്റിയിരുന്നത് ഈ വള്ളത്തിലുള്ള യാത്രയാണ്. വള്ളത്തിലുള്ള യാത്രയാണ് അവരുടെ സംസ്കാരത്തിന്റെ മുഖമുദ്രയായി എടുത്തു പറയുന്നത്. അവർ ഒരുമിച്ച് ഉറങ്ങുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെറിയൊരു അറിവാണെങ്കിൽ കൂടി അത് പരസ്പരം പങ്കുവെക്കുകയും ചെയ്തിരുന്ന ഒരു സംസ്കാരമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ യാത്രയിലേക്ക് നമ്മൾ വരികയാണ് കേട്ടോ. ഇന്നത്തെ യാത്രയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇന്നത്തെ യാത്ര നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാത്രയാണ് അല്ലെ. അതിന്റെ നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നും ഒപ്പം തന്നെ വല്ലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാം. ഇന്നത്തെ യാത്രകൾ ലോകപരിചയം ഉണ്ടാക്കുന്നില്ല.
ഇന്നത്തെ യാത്രകൾ ലോകപരിചയം ഉണ്ടാക്കുന്നില്ല. ലോകത്തെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ടോ? അവിടെയുള്ള ആളുകളുമായി സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? പോകുന്ന സമയം മുഴുവൻ നമുക്ക് എൻജോയ് ചെയ്യാൻ, ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് ചില കാര്യങ്ങളിലെങ്കിലും അത്രയധികം ലോകപരിചയം ഉണ്ടാക്കുന്നില്ല എന്ന് കാണുകയാണ്. ചിലരൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്, അല്ലെ? ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്, പല സ്ഥലങ്ങളും കണ്ട് അങ്ങനെ പോരുകയാണ്. പക്ഷേ അവിടെ ചെന്ന് അവരോട് സംസാരിക്കുന്നുണ്ടോ? ആ സംസ്കാരം മനസ്സിലാക്കുന്നുണ്ടോ? ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നുണ്ടോ? അവരെ കൂടി ആ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരൊന്നും ലോകപരിചയമില്ലാത്തവരായി, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നവരായി ഒതുങ്ങി പോവുകയാണ്. ഇന്നത്തെ യാത്രകളിൽ ചുറ്റുമുള്ളതൊന്നും കാണാനും അറിയാനും നമുക്ക് നേരമില്ല. ചുറ്റുമുള്ളതൊന്നും കാണാനും, അതായത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോവുകയായിരിക്കും, ജോലി എടുക്കാൻ പോവുകയായിരിക്കും. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ജോലി എടുക്കാൻ പോവാറുണ്ട്, അല്ലെ? അങ്ങനെ പോവുകയായിരിക്കും. പോകുമ്പോഴൊക്കെ അവര് വീട്ടിലെ ടെൻഷൻ ആയിരിക്കും തലയിൽ, അല്ലെ? വീട്ടിലെ ചിന്തകളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ജോലിയുടെ ഭാരത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പോകുന്ന യാത്രയിൽ കാണുന്ന സാധനങ്ങളൊന്നും ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല എന്ന് പറയുകയാണ്. ബസ്സിലും ജീപ്പിലും ട്രെയിനിലും വിമാനത്തിലുമായുള്ള ഇന്നത്തെ മനുഷ്യർ തിരക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്, തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബസ്സിലും ജീപ്പിലും ട്രെയിനിലും വിമാനത്തിലടക്കം, പറന്നുകൊണ്ടടക്കം യാത്ര ചെയ്യാം, അല്ലെ? ഒരു മുകളിലെ ദൃശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഭൂമിയുടെ അടിയിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റുകയാണ്, അല്ലെ? അങ്ങനെ കാണാൻ സാധിക്കുമ്പോഴടക്കം പലപ്പോഴും നമ്മൾ നമ്മുടേതായ തിരക്കുകളിലാണ് എന്നുള്ള ഒരു സൂചന നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുകയാണ്. തൻ്റെ ഉള്ളിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന തിരക്കു പിടിച്ച ലോകത്തിന്റെ മായികതയിൽ ഒതുങ്ങുകയാണ് നമ്മൾ. അതായത് മൊബൈലിൽ ഒതുങ്ങി കഴിയുകയാണ് ഇന്നത്തെ ലോകം. നമ്മളെല്ലാവരും ഏത് യാത്ര ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കൂടെ മൊബൈൽ ഉണ്ടാവും, അല്ലെ? ചുറ്റുമുള്ള കാഴ്ചകളെക്കാൾ ഉപരി ഇതിന്റെ ഉള്ളിലെ കാഴ്ചകൾക്കും ഇതിന്റെ ഉള്ളിലെ വർത്തമാനങ്ങൾക്കുമായി ഒതുങ്ങുകയാണ്. പലരെയായിട്ടും നമ്മളിങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവരെയൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസോട് കൂടി ചെന്ന് വർത്താനം പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം പേരുമായിട്ട് നമ്മൾ നേരിട്ട് നല്ലൊരു ഐ കോണ്ടാക്റ്റോട് കൂടി, അല്ലെ? നല്ലൊരു നോട്ടത്തോട് കൂടിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതെന്താണ്? ഈ മൊബൈലിന്റെ ഉപയോഗത്തിലുള്ള ഒരു പ്രശ്നം കൂടിയായി വരികയാണ്. യാത്രയുടെ പല തലങ്ങളിലും നമുക്ക് പല അപകടങ്ങളും പറ്റുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. ഭക്ഷണം ഒരുമിച്ചിരുന്ന് പങ്കുവെച്ച് കഴിച്ച കാലമുണ്ടായിരുന്നു. ദേ ഇന്ന് അച്ഛൻ തിരക്കിലാണ്, അമ്മ തിരക്കിലാണ്, മക്കള് തിരക്കിലാണ്. അമ്മ അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെക്കും, മോന് തോന്നുമ്പോൾ മകൻ ചെന്ന് കഴിക്കും, അച്ഛന് സമയമുള്ളപ്പോൾ അച്ഛൻ വന്ന് കഴിക്കും. എല്ലാവരും അവരവരുടേതായ തിരക്കിലാണ്. ഫോണും പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്, അല്ലെ? ഫോൺ പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. 4 പേരുണ്ടെങ്കിൽ ഒരു വീട്ടിൽ 4 പേരും 4 സമയത്ത് കഴിക്കുകയാണ്. നമ്മള് നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ ഒരു സംസ്കാരം ഉണ്ടാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. പണ്ട് അങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ്. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. നോക്കാം, അടുത്തൊരു പോയിന്റിലേക്ക് കൂടി നമ്മൾ എത്തുകയാണ്. ഒരുമിച്ചിട്ടുള്ള യാത്രകൾ കുറയുന്നു. ഒരുമിച്ചുള്ള യാത്രകൾ കുറയുകയാണ്. സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആരുമായും ബന്ധമില്ലാത്തവരായി നമ്മൾ മാറുന്നു. നാം നമ്മുടെ ലോകത്ത് മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. നാം നമ്മുടെ ലോകത്ത് മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ്. നമുക്ക് വണ്ടി മേടിച്ചിരിക്കുകയാണ്, നമ്മുടെ വണ്ടിയിൽ നമ്മൾ പോകും, നമ്മുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കും, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുകയാണ്, സ്വാർത്ഥന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്നത്തെ യാത്ര നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഇത് ചോദ്യശേഖരത്തിലേക്ക് വരികയാണ്. ആ 3 യാത്രകളെ കുറിച്ച് നമുക്ക് ചോദിക്കാറുണ്ട്. ആ ഒരു ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ പാഠഭാഗത്തിൽ നിന്നും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ആദ്യത്തെ ചോദ്യം നമ്മൾ നോക്കുകയാണ്. പഴയ കാലത്തെ വർത്തമാന പത്രങ്ങളായി ലേഖകൻ കാണിക്കുന്നത് ആരെയാണ്? പണ്ട് പത്രം ഉണ്ടായിരുന്നോ? പണ്ട് പത്രം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി അന്നത്തെ വർത്തമാന പത്രങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് കാൽനട യാത്രക്കാരെയാണ്, വഴി യാത്രക്കാരെയാണ് അന്നത്തെ പത്രങ്ങളായി പറഞ്ഞിരുന്നത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. വള്ളത്തിൽ യാത്ര ചെയ്തിരുന്നവർക്ക് യാത്രാവസാനം ഉണ്ടാകുന്ന മാറ്റമെന്ത്? വള്ളത്തിൽ യാത്ര ചെയ്തിരുന്നവർ ഏറ്റവും അവസാനം അവർ കുടുംബാംഗങ്ങളെ പോലെയായി മാറുന്നു. പരസ്പരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് കിടന്നുറങ്ങുകയും ഒരു ചെറിയ വിശേഷമാണെങ്കിൽ അതുപോലും പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട് അവർ ഒരു കുടുംബം പോലെയായി മാറുന്നു എന്നതാണ് അതിലെ പ്രത്യേകത. ദേ മറ്റൊരു പ്രധാനപ്പെട്ട വരി അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം എന്താണെന്നുള്ളത്. ആത്മവൽ
സർവഭൂതാനി എന്ന തത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇങ്ങനെ ഒരു വരി പാഠഭാഗത്ത് കാണുന്നുണ്ട്. ആ വരിയുടെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. സർവചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്നത് ഒരേ ആത്മാവാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഇത്തരം ഒരു തത്വം രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് എവിടെയാണുള്ളത്? ഭഗവത്ഗീതയിൽ നിന്നും എടുത്തതാണ് ഈ വരികൾ. ഭഗവത്ഗീതയിലെ വരികളാണ് നമ്മൾ പഠിച്ച ഈ ആത്മവൽ സർവഭൂതാനി എന്ന് പറയുന്ന വരി എന്നുള്ളത് ആലോചിക്കാം. അതിൽ സർവചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്നത് ഒരേ ആത്മാവാണ്. ആത്മാവ് അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ, നമ്മുടെ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് പോകും എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. എല്ലാവരിലും ഒരേ ആത്മാവാണ്. മനുഷ്യത്വത്തെ കുറിച്ച് ഒന്ന് ചിന്തിപ്പിക്കുകയാണ് നമ്മളെ. നോക്കാം. എല്ലാറ്റിനെയും സ്വന്തമായി കാണുക എന്നതാണ് ഈ തത്വത്തിന്റെ അർത്ഥം. എല്ലാത്തിനെയും സ്വന്തമായി കാണുക. ചെന്നുപെടുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ആ ചെന്നുപെടുന്ന സ്ഥലം ആത്മവൽ സർവഭൂതാനി എന്ന് കരുതും. അതായത് ആ ചെന്നുപെടുന്ന സ്ഥലം നമ്മുടേതായി കാണുകയും അവിടെയുള്ളവർ നമ്മുടെ വീട്ടുകാരുമായി അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നതിനെയാണ് ഇത്തരം ഒരു വാക്കുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ചാൽ യാത്രക്കാർക്ക് എവിടെയും അവകാശമുള്ളതുപോലെ ഒരു മടിയുമില്ലാതെ എന്തും ചോദിച്ചു വാങ്ങാൻ കഴിയും. ഒരു മടി കാണിക്കാതെ അല്ലെ. നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മുടെ ഇപ്പുറത്തെ വീട്ടിലുള്ളവര് തൊട്ടപ്പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഉപ്പോ മുളകോ ചോദിക്കാൻ പോലും നമുക്ക് അയ്യോ വല്ലാത്തൊരു നാണക്കേടായി തോന്നുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഒരു പരിചയമില്ലാത്തവരുടെ അടുത്ത് ചെന്നിട്ട് അന്ന് അന്തി ഉറങ്ങുവാനും അന്നത്തെ ഭക്ഷണം ചോദിക്കുവാനും ഒരു കൂട്ടരുടെ മനസ്സ് വികസിച്ചിരുന്നുവെങ്കിൽ അത് ഇത്തരം ഒരു പ്രസ്താവനയിലൂടെയാണ്. ഇങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായത് കൊണ്ടാണ്, അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു ചോദ്യം വരികയാണ്. പൊതിച്ചോറുണ്ണാത്തവനും ചെങ്കണ്ണു വരാത്തവനും ജീവിത സുഖം അനുഭവിച്ചിട്ടില്ലെന്നാണ് ഒരു പറച്ചിൽ. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാവാം? സ്വന്തം നിരീക്ഷണം കുറിക്കുക. പൊതിച്ചോറുണ്ണാത്തവനും, ആ കാലഘട്ടത്തില് ആരും അങ്ങനെ ഒരു മനുഷ്യരായിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പൊതിച്ചോറുണ്ടിരുന്നു അല്ലെ. ചെങ്കണ്ണ് വരാത്തവനും, ചെങ്കണ്ണ് പെട്ടെന്ന് പിടിപെടുന്ന ഒരു അസുഖമാണ് അല്ലെ, പെട്ടെന്നൊരു പകർച്ചവ്യാധിയായിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഇല്ലാത്തവനും ജീവിതത്തിന്റെ സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്ന്. നോക്കാം. ദീർഘദൂര യാത്രകൾക്കിടയിൽ ഇന്നത്തെ പോലെ ഭക്ഷണം കഴിക്കുവാനുള്ള ഭക്ഷണശാലകൾ ഇല്ലാതിരുന്ന കാലത്ത് വഴിയാത്രക്കാർ ചോറ് പാളയിൽ പൊതിഞ്ഞു കൊണ്ടുപോകാറുണ്ട്. ചോറ് പാളയിൽ പൊതിഞ്ഞു കൊണ്ടുപോകാറുണ്ട് അല്ലെ. പാളയിലും വാഴയിലകളിലും ഒക്കെ ആയിട്ട് ചോറ് പൊതിഞ്ഞു കൊണ്ടുപോകാറുണ്ട്. കാരണം എന്താ? ഹോട്ടലുകൾ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. അതിന്റെ രുചി പറഞ്ഞറിയിക്കാവുന്നതും ഒരിക്കലും ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോകാത്തതുമാണ്. അതിന്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോവാത്തതുമാണ്. ആ വാട്ടിയ ഇലയുടെയൊക്കെ ആ ഒരു രുചി ഇപ്പോഴും മനസ്സിൽ കിടക്കുകയാണ്. അതൊക്കെ ആ ഒരു വാട്ടിയ ഇല ആ ചോറിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുമ്പോൾ അതിൽ നിന്ന് എടുത്ത് തിന്നുന്ന ഓരോ അന്നത്തിനും അതിന്റെ ഒരു മണമുണ്ടാകും അല്ലെ. അതിനൊരു പ്രത്യേക രുചിയായിരിക്കും. അതൊക്കെ മനസ്സിൽ ഇപ്പോഴും കിടക്കുകയാണ് എന്ന് പറയുകയാണ്. ഏറെ കഷ്ടതകൾ സഹിക്കേണ്ടി വരുന്ന ഈ അസുഖം മാറുമ്പോൾ വലിയൊരു ദുരന്തത്തിൽ നിന്നും കരകയറിയ ആശ്വാസമാണ് നാം അനുഭവിക്കുന്നത്. അപ്പോ ചെങ്കണ്ണിനെ കുറിച്ച് ഒരു വരിയും കൂടി ഉണ്ടല്ലേ. ഇതേപോലെ നമ്മൾ ഒരിക്കലും മറക്കാത്ത അനുഭവമാണ് ചെങ്കണ്ണ് വരുമ്പോൾ അനുഭവിക്കുന്നത്. ഏറെ കഷ്ടതകൾ സഹിക്കേണ്ടി വരികയും, ചെങ്കണ്ണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വലിയൊരു ഭാരം പോലെ ആയിരിക്കും അല്ലെ. കണ്ണിന് ഇങ്ങനെ വെള്ളം വരുന്നു, എന്തോ ഒരു മൂടിക്കെട്ടൽ പോലെയൊക്കെ ആയിട്ട് കണ്ണിങ്ങനെ ഇരിക്കുകയായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കും. അത് മാറിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷവും സമാധാനവും ഉണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് വഴിയാത്രയിലെ പൊതിച്ചോറും എന്ന് പറയുകയാണ്. അത് കഴിക്കാത്തവരായ ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം കഴിച്ചവരാണെങ്കിൽ അതിന്റെ സ്വാദ് വായിൽ നിന്ന് പോവുകയില്ല. പഴമകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഹോട്ടലുകൾ ശ്രമിക്കുന്നത് അല്ലെ. ഇപ്പോഴത്തെ ഭക്ഷണശാലകൾ അങ്ങനെയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതിച്ചോറ്, ചട്ടിച്ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ ഭക്ഷണങ്ങളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം അതിന്റെ സ്വാദൊന്ന് വേറെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. നോക്കാം. ഈ ആശ്വാസത്തിന് പകരം മറ്റൊന്നില്ല. ഇത് തിരിച്ചറിയുവാൻ ചെങ്കണ്ണ് വന്നവർക്കേ കഴിയൂ. ആ ഒരു ചെങ്കണ്ണ് എന്ന് പറയുന്ന രോഗം മാറുമ്പോഴാണ് അതിന്റെ ഒരു സമാധാനം നമുക്ക് കിട്ടുക. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ, തീ എന്ന അനുഭവം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീയിൽ നമ്മൾ തൊടണം
അല്ലെ? ചെങ്കണ്ണ് വന്നിട്ട് പോയാലേ അത് മനസ്സിലാവൂ എന്ന് പറയാൻ നമുക്കും ചെങ്കണ്ണ് വന്നിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് പറയുകയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമായി കാണാറുള്ള ഈ രണ്ട് അനുഭവങ്ങളിലൂടെയും കടന്നു പോകാത്തവർ ജീവിതത്തിൽ സുഖം അനുഭവിച്ചിട്ടില്ലെന്നാണ് ലേഖകൻ പറയുന്നത്. സുഖം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം, അല്ലെ? ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷമാണ് നമ്മൾ സുഖം മനസ്സിലാക്കുക, അല്ലെ? നമുക്ക് ചെങ്കണ്ണ് വന്നതിന് ശേഷമാണ് ആ ചെങ്കണ്ണില്ലാത്ത അവസ്ഥ എത്ര സുന്ദരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെ? എവിടെയെങ്കിലും പൊട്ടി മുറിഞ്ഞിരിക്കുമ്പോഴാണ് ആ കൈ നമ്മൾ എവിടെയും തൊടാതെ, വെള്ളത്തിൽ തൊടാതെ, സോപ്പ് തൊടാതെ കൊണ്ട് നടക്കുമ്പോൾ ഇതൊന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. മാറിക്കഴിയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, ഓഹ് അന്ന് ഞാൻ അങ്ങനെ നടന്നിരുന്നു, ഇപ്പൊ എന്തൊരു ഇതാണ്, അല്ലെ? ഇപ്പൊ എന്തൊരു സന്തോഷമാണ് എന്നുള്ളൊരു ചിന്ത കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ ഒരു അനുഭവം നമ്മൾക്ക് ഉണ്ടാവണം. അതാണ് പൊതിച്ചോറും ചെങ്കണ്ണ് വന്നവനുമായി അങ്ങനെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഗൃഹനായികമാർ മിക്ക ദിവസങ്ങളിലും ഒഴിഞ്ഞ വയറുകളോട് കൂടിയാണ് ഉറക്കത്തിലേക്ക് ചായുന്നത്, അതായത് ഉറങ്ങുന്നത്. പല വീട്ടുകളിലെയും വീട്ടമ്മമാര് വിശന്നുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ ഉറങ്ങാറ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. ഗൃഹസ്ഥന്മാർ പുലർച്ചയിൽ, അല്ലെ, പുലർന്നിരുന്നിരുന്ന ദുരിതം എവിടെ നോക്കാം. ഗൃഹസ്ഥന്മാർ പുലർത്തിയിരുന്ന ദുരഭിമാനത്തിന്റെ ഇരകളായി തീർന്നത് അവിടെയുള്ള സ്ത്രീകളാണ്. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദമാക്കുക. അതായത് പുറത്തു നിന്നൊരാൾ വന്നു കഴിയുമ്പോൾ അവർക്ക് വയറു നിറച്ച് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമായിരുന്നു. ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് ആരാണ്? അവിടുത്തെ സ്ത്രീകളാണ്. അവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ വാരി ഊട്ടി അവസാനം അവർക്ക് പോലും ഭക്ഷണമില്ലാത്ത അവസ്ഥ എത്തിപ്പെടാറുണ്ട് എന്ന് പറയുകയാണ്. അതിന് കാരണം അവിടെയുള്ള വീട്ടുകാരിലെ ഗൃഹസ്ഥനാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വഴിയാത്രക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അന്തസ്സായി കാണുന്നവരായിരുന്നു പണ്ടുകാലത്തെ ഗൃഹസ്ഥന്മാർ. ഗൃഹസ്ഥന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിന്റെ ഉടമകൾ. വയറു നിറച്ച് പോകുന്നവർ വർത്തമാന പത്രങ്ങൾ പോലെ ഈ ഭക്ഷണ പെരുമ നാടുനീളെ പറഞ്ഞു നടക്കുമ്പോൾ ഭക്ഷണം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഗൃഹസ്ഥന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വാദ് നാടുനീളെ പറഞ്ഞു നടക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ തറവാടിന്, നമ്മുടെ വീടിന് അന്തസ്സ് കൂടുകയാണ്, അഭിമാനം കൂടുകയാണ്, അല്ലെ? അപ്പോ ഓരോ പ്രാവശ്യവും ഈ ഭക്ഷണത്തിന്റെ രുചി കൂട്ടി കൊണ്ടുവരണമെന്നാണ് ആ ഗൃഹസ്ഥന്മാർ വിചാരിക്കുക. പക്ഷേ അങ്ങനെ വിചാരിക്കുമ്പോൾ എന്തോ അവർക്ക് സംഭവിക്കുന്നുണ്ട്. ആ സംഭവം എന്താണെന്ന് നോക്കുകയാണ്. 3 ഇടങ്ങഴി അരിയുടെ ചോറ് വേണ്ടിടത്ത് 15 ഇടങ്ങഴിയുടെ അരിയിട്ട് ചോറ് വിളമ്പുമ്പോഴും വരുന്നവരെ സംതൃപ്തിപ്പെടുത്തുന്ന തിരക്കിൽ ഗൃഹനായികമാർ മിക്ക ദിവസങ്ങളിലും പട്ടിണിയായിരുന്നു. വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ അമ്മമാർ പട്ടിണിയായി പോകുന്നതും ഈ വഴിയാത്രയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുകയായിരുന്നു. വീട്ടിലുള്ള സ്ത്രീകൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് അന്വേഷിക്കുവാൻ പോലും ശ്രമിക്കാത്ത അന്യരെ സൽക്കരിക്കുമ്പോൾ ഒഴിഞ്ഞ വയറുമായി ഉറക്കത്തിലേക്ക് പോകുന്നവരുടെ വിശപ്പ് തിരിച്ചറിയാൻ 3 നേരവും വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് ദുരഭിമാനവും പേറി നടക്കുന്ന ഗൃഹനായകന് കഴിയില്ലായിരുന്നു. ഗൃഹനായകൻ, ആ വീട്ടിലുള്ള ആണായിട്ടുള്ള ഏറ്റവും മുതിർന്നായിട്ടുള്ള അയാള് 3 നേരവും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അയാൾക്ക് അഭിമാനമാണ് പ്രശ്നം, അല്ലെ? ആ അഭിമാനം പ്രശ്നമാക്കി നടക്കുന്ന അയാൾ 3 നേരം വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം, രാത്രിയിൽ പോലും ഭക്ഷണം കിട്ടാതെ കിടന്നുറങ്ങുന്ന ആ വീട്ടിലെ സ്ത്രീകളെ കുറിച്ച് അയാൾ ആലോചിക്കുന്നില്ല. അങ്ങനെ ആലോചിക്കാത്തതിന് കാരണം അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഈ ഒരു ഭാഗത്ത്. ഈ ഒരു യാഥാർത്ഥ്യം ലേഖകൻ വ്യക്തമാക്കുമ്പോൾ ആ കാലത്തെ സ്ത്രീകളുടെ അവസ്ഥകൾ കൂടിയാണ് അവിടെ വെളിപ്പെടുന്നത്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വീടിന് പ്രശസ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലുള്ള സ്ത്രീകളാണ് പട്ടിണി കിടന്നിരുന്നത് എന്ന് പറയുകയാണ്. അവിടുത്തെ ഗൃഹസ്ഥരാണ് ഇതിനുള്ള പ്രധാനക്കാർ എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അന്യരുടെ ഔദാര്യത്തിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ടുള്ള പോക്കാണ് ഇത്. വിശ്വാസം ആ കാലഘട്ടത്തിന്റെ സവിശേഷത പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? വ്യക്തമാക്കുക. തീർച്ചയായും പ്രതിഫലിപ്പിക്കുന്നുണ്ട്, അല്ലെ? നോക്കാം, ചിലര്
പൊതിച്ചോറ്, ഒരു ദിവസത്തെ യാത്രയാണെങ്കിൽ പൊതിച്ചോറുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഒരു ദിവസത്തെ യാത്രയല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ കയറി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, കിട്ടുമെന്നൊരു വിശ്വാസം അന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടായിരുന്നു. ഇത് ആ കാലഘട്ടത്തിന്റെ കൂടി പ്രത്യേകതയായിട്ടാണ് നമ്മൾ ഓർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഭക്ഷണം കൊണ്ടുപോകാതെ പോകാമായിരുന്നു, ധൈര്യമായി പോകാമായിരുന്നു എന്നുള്ള ഒരു ഉത്തരത്തിലേക്കാണ് നമ്മൾ 6ാമത്തെ ചോദ്യത്തിൽ നിന്ന് എത്തിച്ചേരുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ യാത്രകൾ നമ്മളിൽ ലോകപരിചയം വളർത്തുന്നില്ല. ലേഖകന്റെ അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? വ്യക്തമായി പഠിച്ചിരിക്കുക. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്നത്തെ ലോകം തിരക്കു പിടിച്ച ജീവിതത്തിൻ്റെതാണ്. ഓരോ വ്യക്തിക്കും അയാളുടെ ജീവിത പ്രാരാബ്ധതകളെ കുറിച്ചും സ്വന്തം ലോകത്തെക്കുറിച്ചും മാത്രം ചിന്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അവനവന്റെ കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം, എനിക്ക് താമസിക്കാനുള്ള വീട്, എൻ്റെ യാത്ര, ഇത് മാത്രമായിട്ടാണ് മനുഷ്യൻ ചിന്തിച്ച് മുന്നേറുന്നത്. അവർക്ക് ചുറ്റും നടന്നത് കാണാനോ കേൾക്കാനോ നേരമില്ല. പണ്ടത്തെ യാത്രകളിലൂടെ ഉണ്ടാവുന്ന പരസ്പര ബന്ധത്തിന് രൂപപ്പെടലിനും പ്രാധാന്യവും ലേഖകൻ വ്യക്തമാക്കുന്നുണ്ട്. പണ്ടത്തെ കാഴ്ചകള്, ചുറ്റുപാടുമുള്ള കാഴ്ചകള്, അവിടെയുള്ള ഓരോ വ്യക്തിയെയും കാണുന്നത്, അവരുമായി സംസാരിക്കുന്നതിനൊക്കെ പ്രത്യേക സമയം കണ്ടെത്തിയിരുന്നു. ഇന്ന് മനുഷ്യന് ഒന്നിനും നേരമില്ല. തിരക്ക് പിടിച്ച ഓട്ടമാണ്. ആ ഓട്ടത്തിന്റെ ഇടയിൽ പരസ്പരം സംസാരിക്കാനോ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനോ നേരമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. നടന്നു യാത്ര ചെയ്തവരും തോണിയിലൂടെ പോയവരും പിന്നീട് ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്ത് ഇന്ന് സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. സഹയാത്രികരല്ലാത്തവരും ആരോടും വിശേഷം പങ്കുവയ്ക്കാത്തവരുമായ നമ്മുടെ യാത്രകളിൽ കൂട്ടുകൂടുന്നവർ മൊബൈലുകളോട് മാത്രമായി തീരുന്നു എന്ന ദയനീയത കൂടി ഇന്നു കാണാൻ കഴിയും. ദയനീയമായ ഒരു അവസ്ഥയെ കുറിച്ച് പറയുകയാണ്. പണ്ട് എല്ലാവരോടും സംസാരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആകെ സംസാരിക്കാൻ ഒരേ ഒരാളുള്ളൂ, അത് മുന്നിലിരിക്കുന്ന മൊബൈലാണ്. ഈ മൊബൈലിലേക്ക് കണ്ടുപോയാൽ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഭക്ഷണം പങ്കിട്ടെടുത്ത് കഴിച്ചിരുന്നുവെങ്കിലും നാം ഇന്ന് പണം കൊടുത്ത് വാങ്ങി കഴിക്കുന്നു. പണ്ട് നമ്മൾ പങ്കിട്ട് കഴിക്കുകയായിരുന്നു, അല്ലെ? ഒരു ഭക്ഷണം കൊണ്ടുവന്ന് ഇല്ലാത്തവന് കൊടുത്തുകൊണ്ട് പങ്കിട്ട് കഴിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഹോട്ടലുകൾ വന്നു. ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുകയാണ് എന്ന് പറയുകയാണ്. ഭക്ഷണം പങ്കിട്ട് കഴിച്ചിരുന്നുവെങ്കിലും നാം ഇന്ന് പണം കൊടുത്ത് വാങ്ങി കഴിക്കുന്നു. ചുറ്റും കണ്ണോടിക്കാൻ കൂടി കഴിയാത്ത ഇത്തരം യാത്രകളിൽ ലോകപരിചയം കുറയുന്നു എന്ന ലേഖകന്റെ അഭിപ്രായത്തോട് തീർച്ചയായും, അല്ലെ, ആ ഒരു അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുന്നുണ്ട്. തീർച്ചയായും അത് ശരിയാണ് എന്ന് പറയുകയാണ്. ചുറ്റുപാടിലുള്ള പല കാഴ്ചകളും നമ്മൾ കാണുന്നില്ല, പലരോടും സംസാരിക്കുന്നില്ല, ഭക്ഷണം പങ്കുവെക്കുന്നില്ല, സ്നേഹം പങ്കുവെക്കുന്നില്ല, വിശേഷങ്ങൾ പങ്കുവെക്കുന്നില്ല എന്നുള്ളിടത്തോളം കാലം, നമ്മൾ മൊബൈലിലേക്ക് ഒതുങ്ങിപ്പോകുന്നിടത്തോളം കാലം ഈ അഭിപ്രായത്തോട് നമുക്ക് യോജിച്ച് നിൽക്കേണ്ടതായി വരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. ഈ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം മറ്റൊരു വിധത്തിൽ ചോദിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. തോണി യാത്രക്കാർക്ക് ഉണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? തോണി യാത്രക്കാർക്ക് ഉണ്ടായിത്തീരുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? അല്ലെങ്കിൽ അവർ അങ്ങനെ കഴിയുന്നു, ഒരു കുടുംബത്തിലെ അംഗങ്ങളായി കഴിയുന്നു. യാത്രാന്ത്യത്തിൽ യാത്രക്കാർ എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഇത്. ഈ യാത്രയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർക്കുണ്ടാവുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഇത് നോക്കാം. പറൂർക്കാരന്റെ കേസുകെട്ടിലെ പത്രികയിൽ പ്രാക്കുളം രോഗി ലേഹ്യം പൊതിഞ്ഞിരിക്കുന്നു. പലരും, അല്ലെ, അതായത് ആ യാത്രയിൽ വൈദ്യരുണ്ട്, അധ്യാപകരുണ്ട്, അങ്ങനെ ഗൃഹസ്ഥരുണ്ട്, അല്ലെ, അങ്ങനെ പല വിധത്തിലുള്ള ആളുകളുണ്ട്, രോഗികളുണ്ട്. ദേ കേസുകെട്ടിന്റെ ഒരു പേപ്പറിൽ ലേഹ്യം പൊതിയുകയാണ്. കേസുകെട്ടിന്റെ പേപ്പർ കൊടുക്കണം ലേഹ്യം പൊതിയാനെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അത്രയും സൗഹൃദം ഉണ്ടായിട്ടുണ്ടാവണം, അല്ലെ? അങ്ങനെ ഓരോ സൗഹൃദം ഉണ്ടാക്കിയെടുക്കുകയാണ്, അങ്ങനെ ചിരി പടർത്തുകയാണ്. ഇത് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞൊരു വരി കൂടി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അംബാസമുദ്രം ചെട്ടിയാരും മാവേലിക്കര ജോത്സ്യനും കൂടി നവദമ്പതിമാരെ പോലെ അടുത്തടുത്ത് കിടന്നുറങ്ങുന്നതും
പെരിങ്ങനാട്ട് നമ്പ്യാതിരിയുടെ പൂണൂൽ മൈദീൻ പിച്ചയുടെ നീണ്ട താടിയിൽ കുടുങ്ങിക്കിടക്കുന്നതും ചിരി പടർത്തുന്ന സാഹചര്യമാണ് അല്ലെ, കാര്യങ്ങളായി മാറുന്നുണ്ട്. ഇവർ രണ്ടുപേരും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിലും അയാളുടെ താടിയിൽ കുരുങ്ങി കിടക്കുന്നു, നവദമ്പതിമാരെ പോലെ കിടക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അതായത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവർ അത്രയും അടുത്തിരിക്കുന്നു, അത്രയും അടുത്ത് ബന്ധം പുലർത്തുന്നു എന്നൊരു സൂചന ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. അറിയാം എന്ന ക്രിയയ്ക്ക് പാഠത്തിൽ സവിശേഷമായ അർത്ഥങ്ങൾ ലഭ്യമാക്കുന്നത് എങ്ങനെ? നോക്കാം. അറിയാം എന്ന ക്രിയ എങ്ങനെയാണ് വ്യത്യസ്തമായ അർത്ഥം കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കുകയാണ്. അറിയാം എന്ന ക്രിയാപദത്തോട് വിവിധ വിശേഷണങ്ങൾ ചേർത്തുകൊണ്ടാണ് ഇതിന് അർത്ഥവ്യത്യാസം വരുത്തിയിരിക്കുന്നത്. അല്പം അറിയാം അല്ലെ, നമ്മൾ പാഠഭാഗത്ത് കേട്ടിട്ടുണ്ട്. അല്പം അറിയാം, നല്ലതുപോലെ അറിയാം, വിവരിച്ചറിയാം, ധാരാളം അറിയാം അല്ലെ. അറിയാം എന്ന് പറയുന്ന പദത്തിന്റെ മുന്നിൽ എന്താണോ ഉപയോഗിച്ചിരിക്കുന്നത് അതനുസരിച്ചിരിക്കും അറിയാം എന്ന് പറയുന്ന വാക്കിന് കിട്ടുന്ന അർത്ഥം. ദേ നോക്കാം. അല്പം അറിയാം, കുറച്ചേ അറിയുകയുള്ളൂ. നല്ലതുപോലെ അറിയാം, കൃത്യമായിട്ട് അറിയാം എന്ന് പറയുകയാണ്. അടുത്ത വാക്കിലേക്ക് നോക്കുകയാണ്. വിവരിച്ചറിയാം, വിശദീകരിച്ചെല്ലാം അറിയാൻ വേണ്ടി സാധിക്കും. കണ്ട, ഓരോ അറിയാം എന്നതിന്റെ മുന്നിൽ എന്താണോ ഇട്ട് കൊടുക്കുന്നത് ആ മുന്നിൽ കിടക്കുന്ന വാക്കിനനുസരിച്ചിരിക്കും ഈ അറിയാം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കാം. തുടങ്ങിയ പദങ്ങൾ വിശേഷണങ്ങളാക്കിക്കൊണ്ട് ഓരോരുത്തരും നേടിയ അറിവിന്റെ പരപ്പും ആഴവും വ്യക്തമാക്കാൻ ലേഖകന് കഴിഞ്ഞു. ഓരോരുത്തരുടെയും അറിവ്, വഴിയാത്രയിൽ ചിലർക്ക് ചില കാര്യങ്ങളോട് നല്ല അറിവുണ്ടാവും, ചിലർക്ക് കുറേ അറിയാൻ പറ്റും, ചിലർക്ക് അല്പം മാത്രം അറിയാൻ പറ്റും. അപ്പൊ അവരുടെയൊക്കെ ആ അറിവിന്റെ ആഴവും വ്യാപ്തിയും പരപ്പും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ അറിയാം എന്ന വാക്ക് പലയിടത്തായി വ്യത്യസ്ത തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നപ്പോൾ വ്യക്തമാകുന്നുണ്ട്. നോക്കാം. അതുപോലെയുള്ള സമാനമായ പ്രയോഗങ്ങൾ. വേഗത്തിലോടി, പേടിച്ചു വിറച്ചു, വൃത്തിയായി എഴുതി അല്ലെ. വേഗത്തിലോടി, ഓടി എന്ന് പറയുന്നതിന്റെ മുന്നിൽ വേഗത്തിലോടി എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ വേറൊരു വാക്ക് കൊടുക്കുകയാണ്. പതുക്കെയോടി. ഓടി എന്ന വാക്കിന്റെ മുന്നിൽ എന്തു കൊടുക്കുന്നോ അതനുസരിച്ചായിരിക്കും അർത്ഥം കിട്ടുക അല്ലെ. പേടിച്ചു വിറച്ചു, വിറച്ചു എന്നതിന്റെ ഫ്രണ്ടിൽ നമ്മൾ വേറെ കൊടുക്കുകയാണ്. ആകെ വിറച്ചു അല്ലെ, ശരീരം ആകെ വിറച്ചു. നനഞ്ഞു വിറച്ചു. നമ്മൾ ഓരോ വാക്ക് മാറ്റി മാറ്റി കൊടുക്കുകയാണ്. അപ്പൊ വിറച്ചു എന്ന വാക്കിന്റെ ഫ്രണ്ടിൽ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഇതിനർത്ഥം കിട്ടുക. വൃത്തിയായി എഴുതി, കൈകൊണ്ടെഴുതി, പേന കൊണ്ടെഴുതി. ആ എഴുതി എന്ന വാക്കിന് നമ്മൾ മുന്നിൽ കൊടുക്കുന്നത് എന്താണോ അതിനനുസരിച്ച് കിട്ടുന്നു. അതുപോലെയാണ് അലറിക്കരഞ്ഞു, ഭംഗിയിൽ പാടി എന്നതും ഇതുപോലെ നമുക്ക് പല വിധത്തിൽ അല്ലെ, ആകെ എങ്ങനെ വേണമെങ്കിലും പാടാം. ആ പാടും കുറച്ചു പാടി, വളരെ അധികം പാടി, 2 വരി പാടി, ഭംഗിയായി പാടി, നിർത്തിപ്പാടി എന്നുള്ള വാക്കുകളൊക്കെ നമുക്ക് ഇതിന്റെ മുന്നിൽ ചേർത്ത് വെക്കാം അല്ലെ. അപ്പോഴൊക്കെ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാവുകയാണ്. അലറി കരഞ്ഞു, പതുക്കെ കരഞ്ഞു, വിഷമിച്ച് കരഞ്ഞു. അങ്ങനെ ഓരോ വാക്കുകളും നമ്മൾ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുകയാണ്. അതിന്റെ പ്രത്യേകത ആലോചിച്ച് വെക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാണ്. പൊതിച്ചോറിന്റെ മഹത്വം വിശദമാക്കുമ്പോൾ ലേഖകൻ വായനക്കാരുമായി പങ്കുവെക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? നോക്കാം. ഭക്ഷണം കഴിക്കാൻ ഹോട്ടലുകൾ ഇല്ലാതിരുന്ന കാലത്ത് ഭാര്യ അടയ്ക്കാമരത്തിന്റെ പാളകൾ ഒതുക്കി അതിനകത്ത് ഒരുക്കുന്ന പൊതിച്ചോറിനെ കുറിച്ച് ലേഖകൻ പറയുന്നു. ഇതും കൊണ്ട് പോകുമ്പോൾ മറ്റെന്തെങ്കിലും വേണമെന്ന് തോന്നിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ അന്യരോട് ചോദിക്കും. അപ്പോ ചിലപ്പോഴൊക്കെ ഭാര്യ പാളയിൽ ഒതുക്കി തന്നു വിട്ടിരുന്ന, എന്നാണെന്നുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക് കവറിലാണ് അല്ലെ. ആദ്യം അങ്ങനെയായിരുന്നില്ല, പാളയിൽ ഒതുക്കിയിട്ടാണ് ഈ ഭക്ഷണം കൊണ്ടുപോയിരുന്നത്. അങ്ങനെയുള്ള സ്വാദിഷ്ടമായ ഭക്ഷണത്തെ കുറിച്ച്, ആ പൊതിച്ചോറിനെ കുറിച്ച് പറയുകയാണ്. അത് പാളയിലാണ് പൊതിഞ്ഞതെന്നും അത് ഭാര്യയാണ് തന്നു വിടുന്നതെന്നും അങ്ങനെ അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അന്യരോട് ചോദിക്കാനും അവിടെയുള്ളവരുമായി ചോദിച്ച് പങ്കുവെച്ച് ആ ഭക്ഷണം മേടിച്ച് തിന്നാനും യാതൊരു മടിയും അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ആലോചിക്കുകയാണ്.
പൊതിച്ചോറുണ്ണാത്തവനും ചെങ്കണ്ണ് വരാത്തവനും ജീവിതത്തിന്റെ സുഖം അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതിലൂടെ ഈ പൊതിച്ചോറിന് നൽകിയിരിക്കുന്ന രുചി സവിശേഷതയിൽ അതാണ് കിട്ടുന്നത്, രുചി സവിശേഷമായിരിക്കുന്നു എന്ന സൂചന നമുക്ക് ലഭിക്കുകയാണ്. ആ പൊതിച്ചോറ് അത്രയധികം രുചിയുണ്ട് അല്ലെ, ഒരു പ്രാവശ്യം തിന്നവർക്കേ അതിന്റെ രുചി മനസ്സിലാകൂ, അതിന്റെ സവിശേഷത മനസ്സിലാകൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രയോഗം കൂടി അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഇന്നത്തെ യാത്രയുടെ വേഗത സൂചിപ്പിക്കാൻ ലേഖകൻ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം എന്ത് എന്നാണ് അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്. ഓരോ യാത്രക്കാരും അവരുടെ പ്രവൃത്തികൾ തുടങ്ങി അവസാനിക്കുന്നതിന് മുൻപ് വണ്ടി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. ഓരോ യാത്രക്കാരും അവരുടെ പ്രവൃത്തികൾ തുടങ്ങി അവസാനിക്കുന്നതിന് മുൻപ് അല്ലെ, അവരെന്തെങ്കിലും ചെയ്തു തീർക്കുന്നതിന് മുൻപേ വണ്ടി സ്ഥലത്തെത്തി എന്ന് പറയുകയാണ്. അതിനുശേഷമുള്ള ഈ ഭാഗം ഒന്ന് കൃത്യമായി വായിച്ചോ, നമുക്ക് പല ഉത്തരങ്ങളിലും ആവശ്യമുള്ളതാണ്. നമുക്ക് നോക്കാം. പ്രവൃത്തികൾ ഓരോന്നായി എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നത് വളരെ ചെറിയ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതാ എന്ന് നമുക്ക് മനസ്സിലാവും. അതും ചെറിയ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാവുന്നവ. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്തു പരിചയമുള്ളവയാണ്. അതുകൊണ്ട് അവ ചെയ്തു തീർക്കാനുള്ള സമയത്തെക്കുറിച്ചും നമുക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് അവയെല്ലാം ചെയ്തു തീരുന്നതിന് മുൻപ് യാത്രക്കാർ ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്ന് പറയുമ്പോൾ യാത്രയുടെ വേഗതയെ വായനക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ ലേഖകന് കഴിയും. ഒരു വണ്ടിയിൽ ഒരു ട്രെയിനിൽ കയറുകയാണ് അല്ലെ, ഞാനിതൊന്ന് വിശദീകരിക്കുകയാണ്. ഒരു ട്രെയിനിൽ കയറുകയാണ്. ട്രെയിനിൽ കയറിയതിന് ശേഷം അടുത്തിരിക്കുന്നവരോട് സംസാരിക്കുവാൻ ഇത്രയും നേരം മതി. പക്ഷേ ആ സംസാരിക്കാനുള്ള നേരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ യാത്രയുടെ വേഗത മാത്രമല്ല, ജീവിതത്തിന്റെ മാറ്റത്തെ കൂടി സൂചിപ്പിക്കുകയാണ്. വേണമെങ്കിൽ അത് ചെയ്യാൻ അവർക്ക് ആകെ ഒരു ഇത്തിരി നേരം മതിയായിരുന്നു. ഒരാളോട് സംസാരിക്കാൻ നമുക്ക് ഇത്ര നേരം വേണോ? എന്നിട്ടും അത് ചെയ്യുന്നില്ലെങ്കിൽ അവിടെയാണ് ചോദ്യം, അവിടെയാണ് പ്രശ്നം അല്ലെ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. 13ാമത്തെ ചോദ്യവും ഒന്ന് ആലോചിച്ചിരിക്കുക. 14ാമത്തെ ചോദ്യവും ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. ദൃശ്യങ്ങൾക്കൊപ്പം ശബ്ദങ്ങളും പാഠത്തിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഈ അഭിപ്രായത്തെ കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണം കുറിക്കുക എന്നതാണ് ചോദ്യം. നോക്കാം. തോണി യാത്രയിലും തീവണ്ടി യാത്രയിലും കാണുന്ന അനുഭവങ്ങളെ ഒരു ചിത്രത്തിൽ എന്ന പോലെ ലേഖകൻ പകർത്തി വെക്കുന്നു. എന്നാൽ കാഴ്ചകൾ മാത്രമല്ല, ശബ്ദങ്ങൾ നിറയുന്ന അന്തരീക്ഷവും നമുക്ക് പാഠഭാഗത്തിൽ കാണാം. വായിച്ചു പോകുമ്പോൾ തന്നെ കുറെ കാഴ്ചകൾ നമ്മുടെ കണ്ണിന് തരുന്നതല്ലാതെ ചെവിക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റണം എന്ന് പറയുകയാണ്. പോർട്ടർമാർ ഉയർത്തുന്ന മരണവിളിയുടെയും ഇപ്പോൾ വന്നിറങ്ങിയ ട്രെയിനാണ് മദ്രാസ് മെയിലിന്റെ പേര് വിളിച്ചു പറയുന്നതും ഹിന്ദു പത്രം വിൽക്കുന്നയാൾ പത്രത്തിന്റെ പേര് വിളിച്ചു പറയുന്നതും റെയിൽവേ സ്റ്റേഷനിൽ മുഴങ്ങി കേൾക്കാം. ആ ട്രെയിൻ നിർത്തുമ്പോൾ പോർട്ടന്മാരുടെ ശബ്ദവും പത്രത്തിന്റെ ശബ്ദം അല്ലെ, പത്രം വിൽപ്പനക്കാരുടെ ശബ്ദവും ഒക്കെ നമുക്ക് കേൾക്കാം. അപ്പൊ നമ്മളൊരു ട്രെയിൻ യാത്രയിലൂടെ പോയവരാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും അല്ലെ, നമ്മുടെ ചെവിയിലേക്ക് എത്തും, നമ്മുടെ മനസ്സിലേക്ക് എത്തും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സായിപ്പന്മാരുടെ ബൂട്ട്സിന്റെ ശബ്ദവും ഇതോടൊപ്പം കേൾക്കാം. ടിക്കറ്റ് കളഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്നവരുടെ നെഞ്ചിടിപ്പിന്റെ ശബ്ദവും അവിടെ ഉയരുന്നു. ഇങ്ങനെ വിവിധ ഇനം ശബ്ദങ്ങൾ കൊണ്ട് ഒരു റെയിൽവേ സ്റ്റേഷന്റെ ചലനാത്മകതയെ വെളിപ്പെടുത്താൻ ലേഖകന് കഴിയുന്നു. റെയിൽവേ സ്റ്റേഷന്റെ ചലനാത്മകത, അതായത് റെയിൽവേ സ്റ്റേഷൻ അനങ്ങാതെ നിൽക്കുന്ന ഒരു സ്ഥലമല്ല, എപ്പോഴും ആളുകൾ വരികയും അവിടെ ഇങ്ങനെ സംസാരങ്ങൾ ഉണ്ടാവുകയും ഉച്ചത്തിലുള്ള വിളികൾ ഉണ്ടാവുകയും ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം മാത്രം മതി എന്ന് പറയുകയാണ്. ഇനി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വരികയാണ്. തോണി യാത്രയുടെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ 3 പോയിന്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇനി അതിലെ 2 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇതല്ലെങ്കിൽ വേറെ ഒരു ചോദ്യം തന്ന് ചോദിക്കാറുണ്ട്. നോക്കാം. അതിൽ 12 ഇടങ്ങഴിയുടെ ചോറും വഴിയാത്രക്കാരാണ് തട്ടുന്നത്. തട്ടുന്നത് എന്നതിന്റെ അടിയിൽ വരച്ചിട്ടിരിക്കുകയാണ് അല്ലെ, തട്ടുക. ആ തട്ടുന്നത് എന്നത് മറ്റൊരു തരത്തിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്നെ ഇങ്ങനെ തട്ടിക്കളിക്കരുത്. വീണ്ടും മറ്റൊരു പ്രയോഗം, തട്ടിക്കളയും നിന്നെ ഞാൻ.
ഇതിൽ മൂന്നിലും തട്ടി തട്ടി എന്നുള്ളതിന്റെ അടിയിലാണ് വരച്ചു വെച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അടിവരയിട്ട പദത്തിന് ഓരോ സന്ദർഭത്തിലും വരുന്ന അർത്ഥവ്യത്യാസം എന്ത് എന്ന് എഴുതാൻ പറഞ്ഞ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. കൃത്യമായി നമുക്ക് ഉത്തരം കിട്ടും. നോക്കാം. അതിൽ 12 ഇടങ്ങഴിയുടെ ചോറും വഴിയാത്രക്കാരാണ് തട്ടുന്നത്. 12 ഇടങ്ങഴി ചോറും തട്ടുക, നല്ല തട്ടാണല്ല നമ്മൾ പറയാറുണ്ട് അല്ലെ. അതായത് നല്ലായി തിന്നുന്ന ഒരാളാണല്ലോ എന്ന അർത്ഥമാണ് കിട്ടുന്നത്. രണ്ടാമത്തേതിൽ എന്നെ ഇങ്ങനെ തട്ടിക്കളിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഇങ്ങനെ ഓടിക്കരുത്. അടുത്തത് തട്ടിക്കളയും നിന്നെ ഞാൻ, കൊന്നുകളയും നിന്നെ ഞാൻ എന്ന അർത്ഥവുമാണ് കിട്ടുന്നത്. മൂന്നിനും വ്യത്യസ്ത അർത്ഥമാണ് കിട്ടുന്നത്. ആദ്യത്തേതിൽ കഴിക്കുന്നു എന്നും, രണ്ടാമത്തേതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു എന്നും, മൂന്നാമത്തേതിൽ കൊന്നുകളയുന്നു എന്ന അർത്ഥവുമാണ് കിട്ടുന്നത്. നോക്കാം. തട്ടുന്നത് എന്നതിന് ഭക്ഷണം കഴിക്കുക എന്നാണ് അർത്ഥം. തട്ടിക്കളയരുത്, തട്ടിക്കളിക്കരുത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കളിപ്പിക്കുക, ബുദ്ധിമുട്ടിക്കുക എന്നെല്ലാമാണ്. തട്ടിക്കളയും എന്നാൽ കൊന്നുകളയും എന്നാണ് അർത്ഥം. ഇത് 2 മാർക്കിന്റെ ചോദ്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പാഠഭാഗത്തിലെ ചില അളവുകളെ ഒന്ന് നോക്കുകയാണ്. അതുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ പാഠഭാഗം നമുക്ക് കാണാപ്പാഠമായി കുറെ ആശയങ്ങൾ നമ്മുടെ തലയുടെ ഉള്ളിലേക്ക് എത്തുകയാണ്. 3 തരത്തിലുള്ള യാത്രകളും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയാണ്. നാഴിക, നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കുകയാണ്. ഒരു നാഴിക നേരം കൊണ്ട് എന്ന് പറയാറുണ്ട് അല്ലെ. ഒരു നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മിനിറ്റ് ആണ്. ഒരു നാഴിക എന്ന് പറയുന്നത് 24 മിനിറ്റ് ആണ്. ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോ 60 നാഴികയാണ്. ഒരു നാഴിക എന്ന് പറയുന്നത് 24 മിനിറ്റ് ആണ്. ഒരു ദിവസം എന്ന് പറയുന്നത് 60 നാഴികയാണ്. ഒരു നാഴിക 60 വിനാഴികയാണ്. ഈ വാക്കുകളൊക്കെ പണ്ട് അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. 2.5 നാഴിക എന്ന് പറയുന്നതാണ് ഇന്നത്തെ 1 മണിക്കൂർ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മുടെ ചോദ്യമല്ല, എന്നാലും ഈ അളവുകളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അടുത്തത് അളവ് ഉപകരണങ്ങൾ. 4 തുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നാഴി എന്നാണ് അർത്ഥം. 4 തുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നാഴി. നമ്മുടെയൊക്കെ വീട്ടില് നാഴി ഉണ്ടാവും അല്ലെ. നാഴി അരി തന്നെ എന്നൊക്കെയാണ് ആദ്യം പറയാറുണ്ടായിരുന്നത്. അതൊരു അളവായിരുന്നു അല്ലെ. ഒരു മുള കൊണ്ടുള്ളതും ഇന്ന് അതൊരു സ്റ്റീൽ കൊണ്ടുള്ള പാത്രമായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. 4 നാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടങ്ങഴിയാണ്. 12 ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ ഒരു പറയാണ് അല്ലെ. പറ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെല്ല് ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നെല്ലിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം കണ്ടിട്ടുണ്ടാവും, പറ. അങ്ങനെ 12 ഇടങ്ങഴിയുടെ അരിയും വഴിയാത്രക്കാരാണ് തട്ടുന്നത് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ 12 ഇടങ്ങഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയാണ് എന്ന് മനസ്സിലാക്കുക. തുടം എന്നത് എന്താണെന്ന് നോക്കുകയാണ്. തുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രാവക രൂപത്തിലുള്ള അളക്കാൻ ഉപയോഗിക്കുന്നത്. ദ്രാവക രൂപത്തിലുള്ളവയെ അളക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് തുടം എന്ന് പറഞ്ഞിരുന്നത്. ആ കാര്യം കൂടി നിങ്ങളിലേക്ക് ഇട്ടു തരികയാണ്. വഴിയാത്രയെ കുറിച്ച് അത്യാവശ്യം ധാരണകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുകയാണ്. ആ 3 തരം യാത്രകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. ആ യാത്രയുടെ സവിശേഷത, ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത, ഇത്രയുമൊക്കെ ഓർത്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പാഠഭാഗം നമ്മുടെ മനസ്സിൽ മുഴുവനായും പതിയുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ ഇത്രയൊക്കെയാണ്. ഈ ചോദ്യോത്തരങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.